പുസ്തകം 37-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്നതിനെ തെളിവാക്കും. അപ്പോൾ വെളിച്ചം നിശ്ചയം ആകാശത്തുണ്ട്. വെളിച്ചമില്ലേ? ആകാശത്ത് വെളിച്ചമുണ്ട്, ഓൾറെഡി വെളിച്ചമുണ്ട്. പക്ഷേ വെളിച്ചം കാണുന്നില്ല. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ചില അന്തരീക്ഷങ്ങളിൽ ഇങ്ങനെ മഴക്കാറുകൾ കടന്നു വന്നിട്ട് അല്ലെങ്കിൽ മേഘങ്ങൾ കടന്നു വന്നിട്ട് ചില ഇരുട്ടുകളെ സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെ ഈ ഇരുട്ടുകൾ കൊണ്ട് വെളിച്ചം, ഹല്ലേലൂയ, കാണുന്നില്ല. ആമേൻ, ആമേൻ, സ്തോത്രം. എന്നാൽ വെളിച്ചം ഓൾറെഡി ആകാശത്തുണ്ട്. വെളിച്ചമുണ്ട് ദൈവമക്കളെ, എങ്കിലും ആകാശത്ത് വെളിച്ചമുണ്ട്, അത് ശോഭിക്കുന്നത് കാണുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആരുടെയൊക്കെ അകത്ത് വെളിച്ചമുണ്ട്, അത് ശോഭിക്കുന്നത് കാണുന്നില്ല. ഉണർന്ന് പ്രാർത്ഥിച്ചോ. ഈ ദൂതിനോടൊപ്പം കയറി വരിക. ഈ ദൂതിനോടൊപ്പം ചിലർ കയറി വരിക. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഇന്ന് പോൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില രോഗശാന്തിയുടെ വരങ്ങൾ ഇതിനകത്ത് ചില വിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദേശത്ത് ചില രോഗികൾ സൗഖ്യമാകും. നീ പ്രാർത്ഥിക്കുമ്പോൾ ചില ഭൂതങ്ങൾ വിട്ടുപോകും. നീ പ്രാർത്ഥിക്കുമ്പോൾ ചില മന്ത്രവാദ ശക്തികൾ വിട്ടുപോകും. നീ പ്രാർത്ഥിക്കുമ്പോൾ ചില പുണ്യവാളന്റെ ശക്തികൾ കെട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിന് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കാതെ പല കടവുകളിലും കല്ലേലിയ ആമേ തുറമുഖങ്ങളിലും ഓടി നടന്ന് കടപ്പുറത്ത് പോയി വില കൊടുത്ത് ചില സാത്താനെ വാങ്ങുന്ന ശക്തികൾ വിട്ടുപോകുന്നു. ഉടമ രഗനകടകൾ കനാരി ഇന്ന് പോൽക്കാലം വിശ്വാസത്തോടെ പറ, യേശുവിനോട് പറ, ആ മലയിലും ഈ മലയിലും യേശുവില്ല. യേശുവിന്റെ ഹൃദയത്തിനകത്ത് യേശുവിന്റെ ഉള്ളിൽ വരട്ടെ, യേശുവിന്റെ ഉള്ളിൽ വരട്ടെ. പരിശുദ്ധാത്മാവ് ഹാലലി, ആകാശത്ത് വെളിച്ചമുണ്ട്, എങ്കിലും അത് ശോഭിക്കുന്നില്ല. ശോഭിക്കുന്നത് കാണുന്നില്ല. കാറ്റ് കടന്നതിനെ തെളിവാക്കി അത് വെളിവായി വെളിപ്പെടട്ടെ. ഹൃദയത്തെ കുരുടാക്കുന്ന, ആത്മീയത്തെ കുരുടാക്കുന്ന, നിന്റെ ആത്മാമണ്ഡലത്തെ കുരുടാക്കുന്ന ഇരുളിന്റെ ചങ്ങലകൾ, ഇരുളിന്റെ അധിപതിയുടെ പോരുകൾ ആത്മാവ് എടുത്തു മാറ്റാൻ എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിച്ചാട്ട്, ഉണർന്ന് പ്രാർത്ഥിച്ചാട്ട്. അല്പസമയം ഞാൻ നിങ്ങളോടൊപ്പം വചനത്തിന്റെ ദൂതോട് കടന്നു വരുന്നു. ദുരാത്മാവിന്റെ ശക്തികൾ അഴിയട്ടെ, ശാപത്തിന്റെ ശക്തികൾ പൊട്ടട്ടെ, ബന്ധനത്തിന്റെ ശക്തികൾ പൊട്ടട്ടെ, മന്ത്രവാദ ക്രിയകൾ പൊട്ടട്ടെ. ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിന് സമാധാനത്തിന്റെ ദൈവം അവിടെ സമാധാനം തരുക. ശക്തിയോടെ ആരാധിച്ചാട്ട്, ശക്തിയോടെ ആരാധിച്ചാട്ട്, ശക്തിയോടെ ആരാധിച്ചാട്ട്. സാത്താന്റെ പോരുകൾ തകർന്നടിയുന്നു, 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 തകർന്നടിയുന്നു. ആടി ആടി ഇരിക്കാതെ ആരാധിക്കാൻ വന്നവരൊക്കെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ, കൃപയോടെ ആരാധിച്ചോ. എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ദൈവത്തിന്റെ കരം ഇറങ്ങുന്നുണ്ട്, ഇതിനകത്ത് ദൈവത്തിന്റെ പവർ ഇറങ്ങുന്നുണ്ട്, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. പോരാ പോരാ പോരാ. ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ, ദൈവകൃപയിൽ ആരാധിച്ചോ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ആരാധിച്ചോ. ആരാധിക്കാൻ വന്നവരെല്ലാവരും ആരാധിച്ചാട്ട്. അടുത്തിരിക്കുന്നവരെ നോക്കിയിരിക്കരുത്. ഇവിടെ ആരാധിച്ച ദുഃഖത്തിന്റെ പാനപാത്രത്തിന്റെ പാട്ട് നിന്റെ കുടുംബത്തിനകത്തൊന്ന് മാറാൻ പോകുന്നു. ദുഃഖത്തിന്റെ പാത്രത്തെ എടുത്തു മാറ്റാൻ പോകുന്നു. നിറഞ്ഞു കവിയുന്ന പാനപാത്രം നിന്റെ അകത്തോട്ട് പുറത്തു കിടന്ന കൽപാത്രത്തിൽ നിറച്ചതുപോലെ പുറത്തു കിടന്ന നമ്മളെ അകത്തു കൊണ്ടുവരുവാൻ യേശു ചെയ്ത വേലയാണ്. പുറത്ത് കിടന്ന് ആർക്കും വേണ്ടാത്ത പാത്രത്തിനകത്ത് നിറച്ച് അകത്ത് മണിയറയിൽ വരുത്തിയ എന്റെ ദൈവത്തിന് നീ നന്ദി പറ. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും ദൈവാത്മാവിനോട് പറയുന്നു, ഞാനിവിടെ ഹല്ലേലൂയ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ മേൽ രോഗശാന്തിയുടെ വരം. ഹല്ലേലൂയ. ശ്രീവാസത്തെ നന്ദിയോടെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. റഗൽ ഖബന ഗഡഗസിയ. ആമേൻ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ശ്രീവാസത്തെ നന്ദിയോടെ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കർത്താവ് നിനക്ക് രോഗശാന്തിയുടെ വരം നൽകാൻ പോവുകയാണ്. ആമേൻ. അനേകർക്ക് നീ പ്രാർത്ഥിക്കുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. അനേകർ ശിരസിൽ നീ കൈവയ്ക്കുന്ന കാഴ്ച, അനേകർക്ക് നീ അല്ലെങ്കിൽ പച്ചവെള്ളം പ്രാർത്ഥിക്കുമ്പോൾ ഉദരത്തിന്റെ അകത്തെ ട്യൂമറുകൾ, രോഗക്കെട്ടുകൾ, ബ്ലീഡിങ് കംപ്ലൈന്റുകൾ, യൂട്രസ് മുഴകൾ, അല്ലെങ്കിൽ ചില രോഗങ്ങൾ 12 വർഷങ്ങളായി രക്തസ്രാവം നിന്നതുപോലെ ചില രക്തസ്രാവത്തിന് നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം, മിറാക്കൽ വരങ്ങൾ, ചിലർമേൽ രോഗശാന്തിയുടെ ശുശ്രൂഷകൾ, രോഗശാന്തിയുടെ വരങ്ങൾ ദൈവാത്മാ കൈമാറുന്നു, ദൈവാത്മാ കൈമാറുന്നു. ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ
എല്ലാവരും ആരാധനയെ പ്രാർത്ഥിച്ചു. ആശീർവാദം പറയുന്നത് വരെ ഒരു കുഞ്ഞുങ്ങൾ പോലും പുറത്തു പോകരുത്. ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, രോഗശാന്തിയുടെ വരം ഈ പോൽക്കാലം ചില കുടുംബങ്ങൾക്ക് ദൈവം കൃപാവരങ്ങളായി അത് നൽകാൻ പോകുന്നു. ചില രോഗികൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവം തന്നെ അടത്ത് പുറത്തെടുക്കുന്നു. ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി എടുത്തതുപോലെ, ഒരു മരത്തിന്റെ കൊമ്പ് വെട്ടി എടുത്തതുപോലെ, പ്രവാചകന്റെ കോടാലിയെ എടുക്കുവാൻ ഒരു കൊമ്പ് വെട്ടി എടുത്തതുപോലെ ഒരു കൊമ്പിനായി തന്നെ വെട്ടിയെടുത്തുകൊണ്ടിരിക്കുക. ഉണർന്ന് പ്രാർത്ഥിച്ചോ, ഉണർന്ന് പ്രാർത്ഥിച്ചോ, ഉണർന്ന് പ്രാർത്ഥിച്ചോ, ഉണർന്ന് പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ചില വിടുതലുകൾ നടക്കുന്നു, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. അടയാളങ്ങളുടെ വാഗ്ദാനമാണ്. വീര്യം പ്രവർത്തിക്കുന്ന ദൈവം, അവന്റെ പേർ വീരനോ ദൈവമല്ലേ. എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്. നിന്റെ യാത്ര അടയ്ക്കുന്ന, നിന്റെ നന്മ അടയ്ക്കുന്ന, നിന്റെ തൊഴിലിനെ അടയ്ക്കുന്ന ചില ഇരുട്ടിന്റെ കെട്ട് ആത്മാവ് എടുത്തു മാറ്റുന്നു. Come out, come out, come out, come out. ഓ കേറുവാ, 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 കേറുവാ. ഫൈറ്റിക്കോ, ഫൈറ്റിക്കോ. ഇത് നിനക്കുള്ള ദിവസം. ഇത് ദൈവം നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ടൈം. ഫൈറ്റിക്കോ. ശക്തിയോടെ ആരാധിച്ചോ. ചില അച്ചായന്മാരൊക്കെ കൃപാവരം പ്രാപിക്കുന്നുണ്ട്. ചില സഹോദരിമാര്, സഹോദരന്മാര് കൃപാവരം പ്രാപിക്കുന്നു, കൃപാവരം പ്രാപിക്കുന്നു. ആകാശത്ത് വെളിച്ചമുണ്ട്, അത് ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും അതിനെ കാറ്റ് കടന്ന് തെളിവാക്കുന്നു. ഇന്ന് വർക്കാലോ ആരുടെയൊക്കെ വെളിച്ചത്തെ കുരുടാക്കിയ ചില ശത്രു ഇതോ പോട്ടുന്നു. നല്ലൊരു ആമേൻ പറ, നല്ലൊരു ആമേൻ പറ, നല്ലൊരു ആമേൻ പറ, നല്ലൊരു ആമേൻ പറഞ്ഞു തുടങ്ങ്, നല്ലൊരു ആമേൻ പറഞ്ഞു. വെൽക്കം, വെൽക്കം, വെൽക്കം. ഓ ഇത് നിന്റെ ടൈമാണ്, നിന്റെ ടൈമാണ്, നിന്റെ ടൈമാണ്. രക്ഷാ ദിവസം, സുപ്രഭാത കാലം. യേശു നിന്നെ വിളിക്കുന്നു. വരിക സഹോദര, സഹോദരി. ഈ വാഗ്ദത്തം പ്രാപിച്ചോ, ഈ കിരീടം പ്രാപിച്ചോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ റിലീസ് ആക്കുന്നു. ചില കുടുംബങ്ങളിൽ ചില വാഗ്ദത്തങ്ങൾ റിലീസ് ആകുന്നു, ചില വാഗ്ദത്തങ്ങൾ റിലീസ് ആകുന്നു. വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ചിലതിനെ കർത്താവ് റെസീവ് ചെയ്ത് പുറത്താക്കുന്നു, പുറത്താക്കിയിട്ട് ചിലതകത്ത് കണക്ട് ആകുന്നു. ഉണരുക, ഉണരുക, ഉണരുക. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദൈവത്തിന് കടക്കാരാകരുത്. നിങ്ങൾ ദൈവത്തിന് കടക്കാരായിട്ട് കൃപയോടുള്ള കൃപാവരമുള്ളവര് ആരാധിക്കുമ്പോൾ ചാടുന്നു, മറിയുന്നു. നിങ്ങൾ വീണ്ടും കടക്കാരാകുന്നു. എന്തിനാ കടക്കാരാകുന്നു എന്ന് ചോദിച്ചാ, നിനക്ക് അധ്വാനിക്കാൻ ബലം തന്നു, നിനക്ക് ജീവിക്കാൻ സാമ്പത്തികം തന്നു, നിനക്ക് കിടക്കാൻ ഭവനം തന്നു, നിനക്ക് സഞ്ചരിക്കാൻ വാഹനം തന്നു, നിനക്ക് ആവശ്യമായതെല്ലാം തന്നു. ആ ദൈവത്തിന് നീ കടക്കാരാകരുത്. ആകാശത്ത് വെളിച്ചമുണ്ട്, അത് ശോഭിക്കുന്നത് കാണുന്നില്ല. കാറ്റുകൾ അതിനെ തെളിവാക്കി. സ്തോത്രം, ആമേൻ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്കിലേക്ക്, അടുത്ത പദത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. ദൈവകൃപയിൽ ബലപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്പസമയം പ്രാർത്ഥിക്കുവാൻ ശരണപ്പെടുന്നുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. സ്തോത്രം. അപ്പോൾ നമ്മൾ വായിച്ചു വന്നത് ഇയ്യോബിന്റെ പുസ്തകമാണ്. ഹല്ലേലൂയ. ആകാശത്ത് വെളിച്ചമുണ്ട്, ശോഭിക്കുന്നത് കാണുന്നില്ല, കാറ്റ് കടന്നതിനെ തെളിവാക്കി. ഹല്ലേലൂയ. ഞാൻ പ്രഭാതത്തിൽ ഒരു ദർശനം ഇങ്ങനെ കണ്ടു. ആലയത്തിൽ ഇന്ന് ആത്മാക്കൾ കുറയുന്ന ഒരു കാഴ്ച. ഞാൻ ഉറക്കം എഴിച്ചപ്പോൾ തന്നെ ഈ മകളുടെ കോള് വന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. തുടലുറപ്പിന്റെ പരിപാടി നടക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ എന്തോ പോകട്ടെ. എന്തായാലും നമുക്ക് ദൈവസന്നിധിയിലേക്ക് വളരെ ആഴമായി കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. 4 ദൂതന്മാര് ഈ ആലയത്തിനകത്ത് നടന്നു. ഞാനും മകനും ഈ ആലയത്തിൽ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ ഇന്ന് മകനിട്ടിരിക്കുന്ന വസ്ത്രമാണ് ഞാൻ കാണുന്നത്. ഞാനതാ ആ അമ്മാമ ഇരിക്കുന്ന ആ വേക്കിൽ അവിടെ നിൽക്കുകയാണ്. ഈ ദൂതന്മാർ നടന്നു വന്നു. ഹല്ലേലൂയ. എന്നെ ശേക്കൻഡ് പിടിച്ചിട്ട് ഒരാൾ പറയുകയാണ്, അങ്ങനെ നല്ല പൊക്കമാ. ആൾ പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഇവർ മടങ്ങിപ്പോയി. ഞങ്ങൾ ഇനിയും വരുമെന്ന്, ഞങ്ങൾ ഇനിയും വരും. പോകുന്നവരായിട്ടല്ല, വരുന്നവരായി ചിലത് മാറാൻ പോകുന്നു. ചിലത് വരാൻ വേണ്ടി ചില വഴികളെ കർത്താവ് തുറക്കാൻ പോകുന്നു. നമ്മൾ ടൂർ പോകുമ്പോൾ കാണുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ, ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്തിട്ട് ഇങ്ങനെ പൈപ്പ് കൊടുത്ത് പൂത്തിരി പോലെ അടിച്ചു വരുന്ന അന്തരീക്ഷങ്ങൾ ഈ ആലയത്തിനകത്തുനിന്ന് പൊട്ടി പുറപ്പെട്ട് വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന്
ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുവാനിടയായി. ഇതിനെ എവിടെയെല്ലാം ആരെല്ലാം അടച്ചോ അവിടെയെല്ലാം ചിലത് പൊട്ടി പുറപ്പെടാൻ പോവുകയാണ്. ഓ, ഇത് പുരാതന സമ്പത്താം കീശോൻ തോടായി ദൈവത്തിന്റെ പ്രവർത്തിയുടെ നാളുകളായി മാറട്ടെ. ആത്മാവിന്റെ നദി ഉടൻ ഒഴുകാൻ പോവുകയാണ്. ആത്മാവിന്റെ നദി ഒഴുകട്ടെ. ഈ നദിക്കകത്ത് നീ വീഴുമ്പോൾ തന്നെ ഈ നദി നിന്നെ ആത്മാവിൽ നിറച്ചു കൊണ്ടുവരും. ആത്മാവിൽ നിറയ്ക്കുന്ന ഒരു നദി ഈ ഹോളിനകത്തുനിന്ന് മുഴങ്ങാൻ പോകട്ടെ. ഒഴുകി തുടങ്ങുന്നതിനായി ഞാൻ ആത്മാവിൽ സ്വാഗതം ചെയ്യുന്നു. ഓ, ഉണർന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവകൃപ പ്രാപിക്കാനുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തുതിക്കാം. വായിക്കാം, താഴോട്ട് വായിക്കാം. വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു. ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ് ഉണ്ട്. സർവശക്തനെയോ നാം കണ്ടെത്തുന്നില്ല. അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു. ആരാണ്? സർവശക്തനായ ദൈവം ശക്തിയിൽ അത്യുന്നതനാകുന്നു. അത്യുന്നതനായ ദൈവത്തെ നീ ആരാധിക്കണം. അത്യുന്നതന് കൊടുക്കേണ്ട മഹത്വത്തെ കൊടുക്കണം. ആ മഹത്വം കൊടുക്കുവാൻ സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നു മുടങ്ങാതെ പ്രാർത്ഥനയ്ക്ക് പോയാൽ മതിയെന്ന്. അത് മാത്രം പോരാ, അത് മാത്രം പോരാ. ഹല്ലേലൂയ, ആമേൻ. ഇന്നലെ അധ്വാനിക്കാൻ ബലം തന്നോ? നിന്റെ അധ്വാനത്തിന്റെ പങ്ക് 10% ദൈവത്തിനോ. സ്തോത്രം, ദൈവത്തിനോ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മൾ ആരെങ്കിലും അങ്ങനെ കൊടുക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാക്ക് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നിങ്ങൾ ദൈവത്തെ തോൽപ്പിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ദൈവത്തിനു വേണ്ടി നീ നിൽക്കണമെങ്കിൽ നീ ദൈവത്തെ പ്രസാദിക്കുന്ന വ്യക്തിയായിരിക്കണം. ദൈവത്തിന് നിന്റെ ആരാധനയുടെ മേൽ പ്രസാദം ഉണ്ടാകണം. നീ ദൈവത്തിന് പ്രസാദമായി മാറണം. അങ്ങനെ ആയിത്തീരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പോൽക്കാലം ഒരു വലിയ വിടുതലിന്റെ ടൈമുണ്ട്. വായിക്കാം. ന്യായത്തിനും പൂർണ്ണ നീതിക്കും അവൻ പങ്കം വരുത്തുന്നില്ല. അതുകൊണ്ട് മനുഷ്യനെ അവനെ ഭയപ്പെടുന്നു. കണ്ടോ, നമ്മൾ അല്ലെങ്കിൽ ദൈവത്തെ പങ്കം വരുത്തുന്ന നിലവാരത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ ധാരാളം കുറവുകളുണ്ട്. നമ്മൾ ആരും ഇതിനകത്ത് മുടന്തരില്ല. എല്ലാവരും അധ്വാനിക്കുന്നവരാണ്. എല്ലാവരും നല്ല ആരോഗ്യം ഉള്ളവരാണ് ഇതിനകത്ത് ആരാധിക്കുന്ന വ്യക്തികൾ. ഏത് രോഗമുണ്ടെങ്കിലും കർത്താവിന്റെ കൃപയാൽ ഒരൊറ്റ പ്രാർത്ഥനയിൽ കർത്താവ് എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ ആശുപത്രി ചെന്ന് സ്റ്റേ ആകുവാനോ അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടത് പണം കൊടുക്കാനോ ഒന്നും ഇതിനകത്ത് വരുന്ന ഒരു ഓഡിയൻസിന് പോലും ദൈവം കൃപയാൽ ദൈവം ഹല്ലേലൂയ സാധ്യമാക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ ദൈവം നിന്നെ വിളിച്ചത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നീ കാല് കുത്തിയത് നിന്റെ വിടുതലാ. ഹല്ലേലൂയ. ഈ ആലയത്തിനകത്ത് കേൾക്കപ്പെട്ടതുപോലെ ഒരു നദിയുണ്ട്. ആ നദിയുടെ പ്രത്യേകതയാണ് നമ്മുടെ ഓരോരുത്തരെയും കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നദിക്കകത്ത് നീ നിൽക്കുമ്പോ മനസ്സിലാക്കിക്കൊണ്ട് നിനക്കൊരു ശുദ്ധീകരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എല്ലാവർക്കും പ്രസംഗിക്കണമെന്ന് തോന്നും, എല്ലാവർക്കും പാടണമെന്ന് തോന്നും. പക്ഷേ ഹല്ലേലൂയ, നമ്മുടെ കുറവ് 99%. നമ്മുടെ കുറവ് 99%. ദൈവമക്കളെ, ഇതെടുക്കുന്നതിന് മുമ്പ് 10 രൂപ കിട്ടിയാൽ 3 രൂപ ദൈവത്തിന് കൊടുക്കുന്നവനായി ഞാൻ മാറി. ഹല്ലേലൂയ. അത് കൊടുത്താലും എനിക്ക് തികയത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ നടുവിൽ ഇന്ത്യയുടെ നടുവിലല്ല, ലോകത്തിന്റെ നടുവിൽ പോകാനും അല്ലെങ്കിൽ സകലെടുത്തും പോയി ശുശ്രൂഷ ചെയ്യുവാനും ദൈവം തന്നിരിക്കുന്ന ഹൈടെക് പവർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ആമേൻ, ആമേൻ. ദൈവത്തിന് കൊടുക്കുവാൻ അന്നും മടിയില്ല, ഇന്നും മടിയില്ല, ഇനിയും മടിക്കത്തുമില്ല. ഹല്ലേലൂയ. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തു വെച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ നല്ല കർത്താവിലേക്ക് നമുക്ക് കടന്നു വരാം. നല്ലവനാ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. വായിക്കാം. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ. എന്താണ് അത് കാരണമെന്ന് ചോദിച്ചാൽ, നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് ജ്ഞാനമായി തോന്നുന്നു. പക്ഷെ ദൈവത്തിന് അത് നിരപ്പായി വരുന്നില്ല. ദൈവത്തിന് അത് പ്രസാദിക്കുവാൻ തോന്നുന്നില്ല. ദൈവത്തിന് പ്രസാദിക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ കുറവുള്ളവരല്ല, കുറവ് തീർന്നവരായി വരുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കുരയ്ക്കുന്ന പട്ടി എന്ത് ചെയ്യത്തില്ല? കടിക്കത്തില്ല. ഹല്ലേലൂയ. കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ചില പട്ടികൾ കുരയ്ക്കും. പക്ഷെ ആ കുരയ്ക്കൊന്നും നമ്മൾ വില കൊടുക്കും. ഇതിനകത്തുള്ളതിന് മാത്രം വില കൊടുക്കാം. ഇതിനകത്തുള്ളത്
അക്ഷരാർത്ഥത്തിൽ പറയുന്നതിന് വിലയുണ്ട്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആ വില നമ്മൾ കൊടുത്താൽ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും. അത് നമുക്ക് ഭംഗം വരാതെ കിട്ടും. ഇന്ന് പോൽക്കാലം ആ കർത്താവിനേക്ക് നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ശോഭിക്കുന്നത് കാണുവാൻ, ശോഭയുള്ളവരായി മാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. വാതിലടച്ച് അറയിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യത്തിനും നമ്മൾ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്നവരായി, അധ്വാനിച്ചാൽ അതിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്നവരായി, അല്ലെങ്കിൽ ചുറ്റി കിട്ടിയാൽ ലോൺ എടുത്താൽ അതിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്നവരായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ഹല്ലേലൂയ, ആമേൻ, ആമേൻ ദൈവമക്കൾ ദൈവസഭയിലേക്ക് ദൈവം തെരഞ്ഞെടുക്കട്ടെ, ഒരുക്കട്ടെ എന്ന് ഞാൻ വളരെ ആഴമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്വീകരിക്കാം. എല്ലാവർക്കും